എന്താണെന്നറിയില്ല, ഒരു കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക്. എല്ലാ വെള്ളിയാഴ്ചയും മറ്റെന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെയും ആ സമയമാകുമ്പോൾ എനിക്കിവിടെ വരാൻ കഴിയുന്നുണ്ട്. അത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. എന്നാൽ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പുണ്യഭൂമിയിലേക്ക് എത്തുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് എല്ലാം ഈ ദൈവം നടത്തി തരുന്നുണ്ടെന്ന്. കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളിയിൽ നിലകൊള്ളുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തർക്കും പറയാനുള്ളത് ഏറെയാണ്. നമസ്കാരം. മഹേന്ദ്രകുമാർ, കാസർഗോഡ് നീലേശ്വരത്ത്. രാവിലെ ഇന്നലെ വൈകിട്ട് 7 മണിക്കുള്ള ട്രെയിനിൽ വന്നു. ഫസ്റ്റ് ടൈമാണ്. ഫേസ്ബുക്ക് വഴി എന്നെ ചേട്ടൻ ജപ്പാനുണ്ട്, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, അങ്ങനെ നോട്ടി കയറി വന്നതാണ്. ദൈവവിശ്വാസിയാണ്. പക്ഷേ എല്ലാ ദൈവത്തിലും അങ്ങനെ കൂടുതൽ ഒരു അമിതമായ വിശ്വാസമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് കുറേക്കിൽ പോയി പ്രാർത്ഥിച്ചതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് കാര്യം നടക്കുന്നു നോക്കാൻ വലിയൊരു ഇതിൽ വന്നതാണ്. ഇവിടുത്തെ അവരോട് സംസാരിച്ചു, പറഞ്ഞു വന്നു. അതെ, തീർച്ചയായിട്ടും നമ്മൾ വിളിച്ച ദൈവം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഇവിടെ വന്ന് കാണാൻ പറ്റും. നമ്മളും കൂടുതൽ ആൾക്കാരോട് പറയാനൊരു താല്പര്യമുണ്ട്. നമസ്കാരം. ധനലക്ഷ്മി. ഞാൻ പുനലൂർ കഴിഞ്ഞ് ഇടമണ്ണിൽ. അല്ല, 5 ആഴ്ചയായി. സന്തോഷമായിട്ട് ഒരുവിധം പിള്ളേരെല്ലാം ഒരു ഇതായിട്ട് വരുന്നുണ്ട്. എൻ്റെ കൊച്ചുമോടെ കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അതിപ്പം നടക്കുമെന്ന് എനിക്ക് 7 ആഴ്ച ആകുമ്പോഴത്തേനും നടന്നു കിട്ടുമെന്ന് ഉറപ്പുണ്ട്. പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. ഭയങ്കര സന്തോഷമായി എനിക്ക് ഈ അമ്പലത്തിൽ വന്നു. വിശ്വാസമാണ്. അറിഞ്ഞത് മൊബൈലിനകത്ത് കണ്ട് ഉണ്ട്. പക്ഷെ അതിന് മുമ്പേ എൻ്റെ കൊച്ചുമോൾ കയറി പോകുമെന്ന എൻ്റെ വിശ്വാസം. അത് പറയണം. ഇത് നടന്നിട്ടേ ഞാൻ പറയുമെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും അമ്പലത്തിൽ വരാൻ. നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണകുമാർ. കണ്ണൂർ അടക്കാട് എന്ന് പറയും. ഇത് 3ാമത്തെ തവണയാണ്. യൂട്യൂബിൽ കണ്ടത് കൊണ്ടിങ്ങോട്ട് വന്നത് നമ്മളെ അനിഷ്ടങ്ങളും പിന്നെ കാര്യങ്ങളിലും ഒരു നന്നായി പറയാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. വന്നതിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് 3ാമത്തെ തവണയും വന്നത്. ഇപ്പം എന്തോ 7 തവണ മാറ്റങ്ങളുണ്ട്, കാണുന്നു, വിശ്വാസമുണ്ട്. ഞാൻ ഒരു ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഇസ്കോൺ ഡെപ്യൂട്ടിയാണ്. അതിലും നടന്നുകൊണ്ടിരിക്കും. ഉണ്ട് മാറ്റങ്ങളുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചാൽ നമ്മളെ വീട്ടിലെ ഉള്ള ദേഷ്യം കാര്യങ്ങളിലും കുറേ നമ്മളെ ലക്ഷ്മി നാരായണെന്നോ എന്നുള്ളത് ജപിച്ചുകൊണ്ടും അതിനെ കൊണ്ടുള്ളൊരു മാറ്റങ്ങളും മക്കളെ മാറ്റങ്ങളും ഉണ്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പിറകുവശം IOC ഗ്യാസ് പ്ലാന്റിന് സമീപമാണ് വവ്വാക്കുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണിത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഗിരിജ ഊന്നുമൂട്. ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് ഓരോരുത്തർ പറഞ്ഞറിഞ്ഞത്. മാറ്റങ്ങൾ ഉണ്ടാകുന്നപ്പോ 2ാമതാ ഇപ്പൊ ഇവിടെ വരുന്നത്, പൂജയ്ക്ക് വരുന്നത്. ഇനി മാറ്റം ഇനി അങ്ങോട്ടാവുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസം. നമസ്കാരം. പേര് മനോഹർ. ഞാൻ വർക്കലയാണ് സ്ഥലം. ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. ഞാൻ ഈ വവ്വക്കാവ് ക്ഷേത്രത്തിൽ ഇപ്പോൾ വന്നിട്ട്
ഏകദേശം ഒരു 8 ആഴ്ചയോളമായി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് എനിക്ക് പോസിറ്റീവായിട്ടൊക്കെ വരുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ക്ഷേത്രവും ഈ ഒത്തിൽ വരുമ്പോഴെനിക്ക് ഒരു പ്രത്യേക ഒരു എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട്. വീണ്ടും വീണ്ടും വരാൻ, അതായത് എല്ലാ വെള്ളിയാഴ്ചയും മറ്റെന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെയും ആ സമയമാകുമ്പോൾ എനിക്കിവിടെ വരാൻ കഴിയുന്നുണ്ട്. അത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. വളരെ സന്തോഷം. കരിങ്ങന്നൂര് ഇപ്പൊ യൂട്യൂബില് അങ്ങനെ ഫേസ്ബുക്കില് അങ്ങനെ കണ്ടു. എന്താന്നറിയില്ല, ഒരു കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക്. പിന്നെ എന്തൊക്കെയാ ഒരു മനസ്സിൽ പ്രത്യേകത തോന്നുന്നു വന്നപ്പോഴേ. അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. ഇത് ഇങ്ങനെ വരണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. കണ്ടു. ഇനി പൂജ നടക്കുന്നു. ഇപ്പോൾ തൊഴുതും ഇങ്ങനെ കാണുവാണ്, ഓരോ ഇതായിട്ട് കാണുവാണ്. വിശ്വാസമുണ്ട്. അത് കണ്ടപ്പോഴും എന്തോ ഒരു ആത്മവിശ്വാസമുണ്ട്. ഒന്നേരം പ്രധാനം എന്തോ കുടുംബത്തിൽ ചെറിയതുണ്ട് എങ്കിലും എനിക്ക് പ്രധാനമായിട്ട് ഞാൻ പാടുന്ന കൂട്ടത്തിലാണ്. ആർക്കും അറിയത്തില്ല അങ്ങനെ പാടും എന്നുള്ളത്. അപ്പോഴും എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു വേദി നാടൻ പാട്ടിനാണ് എനിക്ക് ആഗ്രഹം, ഭയങ്കര ആഗ്രഹം. അത് ഇഷ്ടം ബാനർജി അണ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരുപാട് ഇപ്പം പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭയങ്കര ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ ട്രൂപ്പ് തന്നെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അവരെയൊക്കെ ആ ട്രൂപ്പിലുള്ളവരൊന്ന് കാണണമെന്നെങ്കിൽ പോലും ഒരാഗ്രഹമുണ്ട്. തരും, ഉറപ്പായിട്ടും ഞാൻ തരും. അത് കണ്ണ് നിറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ പറയുവാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് മനസ്സിൽ വിചാരിച്ച് തന്നെയാണ് വന്നത്. ഞാൻ ബൽസല കല്ലുവാതിക്ക് അല്ല, 5 പ്രാവശ്യമായി. അവിടെ ചാനൽ വഴി അറിഞ്ഞ്. മാറ്റമൊന്നും വേറൊന്നും ആയില്ല. 5. വിശ്വാസമുള്ളതുകൊണ്ടല്ലേ വന്നത്. 2 പ്രാവശ്യം സാധിക്കായിരിക്കും. വ്യാഴം, വെള്ളി, ഞായർ, ചൊവ്വ ദിവസങ്ങളാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നടത്തിവരുന്നത്. ഈ ദിവസങ്ങളിലാണ് ഏറെ തിരക്ക് അനുഭവപ്പെടുന്നതും. വിസ്മയാനൂസ്, പാരിപ്പള്ളി.